ഹായ് ഓൾ, തുളുന്താൻ ബലുവിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നീ ഇപ്പോ എവിടെ ഇല്ല? ഇപ്പോ ഞാൻ കാലങ്ങളെത്തി. എന്നാ ഞാൻ മാങ്കാലെത്തിയുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രാവിലെ തന്നെ തള്ളി മറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് പറയണ്ടേ? ഇന്ന് നമ്മൾ പോകുന്നത് കർണാടക സ്റ്റേറ്റിലെ കൂർഗിലേക്കാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ 7 വെളുപ്പിന് ഇറങ്ങി വീട്ടിൽ നിന്ന്. ഞാനും ചേട്ടനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും അയാളുടെ വൈഫും ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ട്രിപ്പ് ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. അപ്പം കൂർഗ് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. ഇനി വീഡിയോ കണ്ടിട്ട് പോകേണ്ടവർക്ക് പോവാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഒരു 3 hours യാത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. രാവിലെ ഫോറസ്റ്റ് കൂടിയൊക്കെയാണ് പോകുന്നത്. ഇത് പോകുന്ന വ്യൂ ആണേ. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇതേ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. 10 രൂപ അവിടെ അടയ്ക്കണമായിരുന്നു. അതിനുശേഷം നമ്മൾ ചെക്ക് പോസ്റ്റ് കയറുകയാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പം എത്രയും പെട്ടെന്ന് ലൊക്കേഷനൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നൈറ്റ് നമ്മൾ ഈ ഫോറസ്റ്റ് ഒന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു പോയപ്പോൾ തന്നെ. അതേ പോകുന്ന വഴി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. എത്ര ഭംഗിയായ ഫോറസ്റ്റാണെന്നറിയാവോ. ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ കൂർഗിലോട്ടാണ് പോകുന്നതെങ്കിലും എന്നോട് 1-2 ഫ്രണ്ട്സ് സ്റ്റോറി കിട്ടപ്പോൾ ചോദിച്ചതേ, നീ ഇടുക്കിയിലാണോ, മൂലമറ്റോ ആണോ, മുട്ടോ ആണോ എന്നൊക്കെയാണ് ചോദിച്ചത് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ജില്ലയൊക്കെ പോലെ തോന്നും, പക്ഷേ ഇത് കർണാടകയാണ് കേട്ടോ. ഇതേ പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം. ഞങ്ങൾ ജസ്റ്റ് 1-2 ക്യാൻഡിഡ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി. കാരണം ഈ വഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങാതിരിക്കാനേ പറ്റത്തില്ല. അപ്പോൾ 1-2 ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ പോന്നു. അപ്പം അങ്ങോട്ട് പോകുന്ന ഡ്രൈവാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു ഈ ട്രിപ്പ്. എനിക്ക് എന്താണെന്നറിയില്ല, നമുക്ക് നമ്മുടെ വൈബിനൊത്ത ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. ഞാൻ വളരെ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങോട്ടൊക്കെ ഭയങ്കര ബസ് സൗകര്യങ്ങളൊക്കെ കുറവാണ്, നമുക്കറിയാമല്ലോ. അപ്പം ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. എന്നാൽ റെസ്റ്റോറൻറ്റ് കണ്ടു, അങ്ങോട്ടേക്ക് നിർത്താമെന്ന് തോന്നി. വണ്ടി ഞങ്ങൾ ഒടിച്ചെടുത്തു. അപ്പോഴാണ് കേട്ടോ അവിടെ ഫുഡൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ ഈ ഫോറസ്റ്റ് കൂടി പോയിട്ടുണ്ട്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഒന്നും ഹോട്ടൽസോ റിസോർട്ടോ ഒന്നും അധികം കാണില്ല. 1-2 റിസോർട്ടൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അങ്ങനെ ഓരോരോ ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. ഇത് ഞങ്ങൾ എന്നിട്ട് ഓക്സി റിച്ച് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലായിരുന്നു. പിന്നെ ഒരു ഓറഞ്ച് മരമൊക്കെ കണ്ടു, അതും നോക്കി ഓറഞ്ച് ഉണ്ടെ പറിക്കാൻ വേണ്ടിയിട്ടോ. എന്നുവെച്ച് അകത്തേക്ക് പോവുകയാണ്. അപ്പം നല്ല ഹെവി വിശപ്പായിരുന്നു. എന്നാൽ പിന്നെ 1-2 ക്ലിക്സൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്തു. നല്ല റിച്ച് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ. താഴെയൊക്കെ നല്ല വ്യൂ പോയിൻ്റൊക്കെ കാണാം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ അതിലെ കൂടി കുറച്ച് നേരം നടന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല തണുത്ത് കുറച്ച് ചൂട് അങ്ങനെയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടു. ഐ ലവ് ഓക്സി റിച്ച് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അകത്ത് പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഓർഡർ ചെയ്തു. നെയ് റോസ്റ്റായിരുന്നു കേട്ടോ കഴിച്ചത്. നെയ് റോസ്റ്റൊക്കെ കഴിച്ചു. എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പോകാനായിട്ട് നമ്മൾ എവിടെ ട്രിപ്പ് പോയാലും വയറ് നിറച്ച് ഫുഡ് കഴിച്ചില്ലേ തന്നെ നമുക്ക് ട്രിപ്പ് കൊള്ളാവും. അങ്ങനെ ഒരു മൈൻഡാട്ടോ എനിക്ക്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫുഡ് വയറ് നിറച്ച് കഴിക്കണം. അതും അത്യാവശ്യം നല്ല ഫുഡൊക്കെ. അപ്പം കഴിച്ചു ഞങ്ങൾ. അതിനുശേഷം ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വ്ലോഗ് ഷോർട്ടായിട്ട് ഇടുന്നത്, കാരണം ഇത് ലോങ് വീഡിയോയാണ്. ഇനിയും ഉണ്ട്. നമ്മളത് എന്താ പറയുക, ഒറ്റ വീഡിയോയിലൊന്നും നമുക്കിത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര ബ്യൂട്ടിയാണ് ഈ കൂർഗിന് വേറൊരു പേരും കൂടി ഉണ്ട്, കൊടക്. അപ്പം എനിക്ക് കൂർഗ് എന്ന് പറയാനാണ് ഇഷ്ടം. ഓക്കെ, കൂടുതലും ഐ ലവ് കൂർഗ് എന്നൊക്കെയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ശരിക്കുള്ള നെയിം കൂർഗ് എന്നാണ്. അപ്പോൾ ഡ്രൈവ് ഞങ്ങളിപ്പോൾ കൊണ്ടേയിരിക്കുമായിരുന്നു. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ വലിയ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം സ്ട്രെയിറ്റ് റോഡായിരുന്നു. വലിയ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിപ്പോൾ കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ബാംബു ഫോറസ്റ്റ് കാണാനായിട്ടാണ് കേട്ടോ. അതായത് കൂർഗിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ് ബാംബു ഫോറസ്റ്റ്. അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 minutes ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തെത്തി. നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് ബാംബു ഫോറസ്റ്റ്. ഇതിൻ്റെ അകത്ത് നീണ്ടു നിവർന്ന് ഏക്കറോളം കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്.
അത് കാണിച്ചു തരാം കേട്ടോ. അകത്തോട്ട് പോകാം നമുക്ക്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ പോയി. അന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ സ്ഥലം ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതെൻ്റെ കോളേജ് ഡിഗ്രി പഠിക്കുമ്പോൾ ഫൈനൽ ഇയറിൽ ടൂറിലായിരുന്നു കേട്ടോ. അത്രയും ഞാൻ എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലത്ത് പിന്നെയും ഞാൻ എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ വരിക എന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. നമ്മൾ എൻട്രൻസിലോട്ട് വന്നു. ഇവിടെ 60 രൂപ എടുത്ത് ടിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എൻട്രൻസ് വന്നു. ഇതൊരു തൂക്കുപാലമാണ് കേട്ടോ. ഭയങ്കര രസം. അടിയിൽ നല്ല ഒഴുക്കുള്ള പുഴയാണ്. നമ്മൾ ഇതിലെ കൂടിയൊക്കെ നടന്ന് നല്ല രസം കുലുങ്ങുമൊക്കെ ചെയ്യും. നല്ലൊരു ബ്യൂട്ടിയാട്ടോ. അപ്പം ഇതിന് മുന്നേ ഞാൻ നടന്ന വഴികളാണ്. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ ചെന്നപ്പം ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചില്ല് ചെയ്തതൊക്കെ ഓർമ്മ വന്നു. ഇതാണ് കേട്ടോ പാമ്പ് ഫോറസ്റ്റ്. ഭയങ്കര വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒരു ശല്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ഫോറസ്റ്റാന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോകാൻ പറ്റുക എന്ന് പറയുന്നൊരു ഭാഗ്യമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതിലെ കൂടിയൊക്കെ ഒന്ന് ചില്ല് ചെയ്തു. ബാംബു ഫോറസ്റ്റിലൂടെ കുറച്ച് നടന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം. കാരണം മഴയില്ല, ഒത്തിരി വെയിലുമില്ല, ഒന്നുമില്ല. ഇത് ഫ്രണ്ട്സ് കേട്ടോ, ചേട്ടനും ഫ്രണ്ട്സുമാണിത്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാം ഭയങ്കര ചീപ്പ് റേറ്റാണ് കേട്ടോ. കാരണം നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലുള്ളതാണ്. പിന്നെ ഇത് അതിൻ്റെ ഒരു എൻട്രൻസിൽ കാണിക്കുന്ന അവരൊരു ഇതവരൊരു കൾച്ചറൽ ആക്ടിവിറ്റീസാണ് കേട്ടോ, അവിടുത്തെ ട്രൈബൽസിൻ്റെ. ഓക്കെ, നമ്മൾ അകത്തോട്ട് പിന്നെയും ആ ഒരു വീഡിയോയും കൂടി ഒന്നുകൂടി അറ്റാച്ചായി വന്നു കേട്ടോ. അങ്ങനെ പിന്നെയും ഗ്രീനറി, അകത്ത് ഫുള്ള് ഗ്രീനറിയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ ഇതിലേക്കൂടിയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ മിസ് ചെയ്യുന്നു ഓർക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ പിന്നെ ഇത് കണ്ടോ, മരത്തിലൊരു വീടൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറി കേട്ടോ. പിന്നെ ഫുൾ ഫോറസ്റ്റ് കൂടി പിന്നെയും നടന്നു. കുറച്ച് മാനൊക്കെ മേയുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്തൂടെ. അതിനെയൊക്കെ കുറച്ച് നേരം കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. അവർ ഒച്ചയൊക്കെ കേൾക്കാം. പിന്നെ ഞങ്ങൾ കുറച്ച് അലമ്പ് പറയുന്നുണ്ട്, അത് കേൾക്കണല്ലോ എന്നോർത്ത് ഞാനത് ഓളയും കുറച്ച്. ഇത് മാന് കഴിക്കാൻ ഫുഡൊക്കെ അവിടെ പുല്ലൊക്കെ വളർത്തുന്നുണ്ട്. ഇത് പുഴയാണ് കേട്ടോ. ആ പുഴയിൽ ഞങ്ങൾ അന്ന് ഇറങ്ങിയിട്ടുണ്ട് കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ. ഇപ്പം ഇതെല്ലാം ലോക്കാണ് കേട്ടോ. അപ്പോൾ ഈ പുഴയിലൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്കതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. ഞങ്ങളെല്ലാവരും അന്ന് അതിലൊക്കെ കൈയൊക്കെ പിടിച്ച് ഇറങ്ങി. അവിടെ കുറച്ച് പാറയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇത്ര വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്ര ഇല്ല കേട്ടോ, വെള്ളം ഇത്ര ഇല്ല. ആ വെള്ളത്തിൽ കൂടിയൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പുറ്റൊക്കെ ചിതൽപുറ്റ്. പിന്നെ ഇത് കണ്ടോ, കുറച്ച് അവിടുത്തെ ട്രൈബൽ പീപ്പിൾസിൻ്റെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അത് ഫുള്ള് അവർ ഇങ്ങനെ പണിത് വെച്ചേക്കുന്നതാണ്. ഭയങ്കര രസമാണ് കേട്ടോ. എന്ത് രസമാണ് ആ കോഴീനെയൊക്കെ കാണുന്ന, ഫുഡ് കഴിക്കുന്നതും കൊത്തുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബാക്കി വീഡിയോയിലൂടെ കാണാം കേട്ടോ.